ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചീര വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ചീരയും പരിപ്പ് കടഞ്ഞതും, ചീര ഇട്ടിട്ട് പരിപ്പ് കടഞ്ഞിട്ടുള്ള ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ചീരയാണ് കേട്ടോ. ചീര കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചീര വേണം, കുറച്ച് തേങ്ങ വേണം, പരിപ്പിന് വേവിച്ച് വെച്ചതാണ് കേട്ടോ, പിന്നെ സബോളയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ച് വെച്ചത് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ചീര പരിപ്പ് കടഞ്ഞിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് സബോളയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മൾ ഹോട്ടലുകളിലൊക്കെ, ചില ഹോട്ടലുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാം കറിയായിട്ട് കൊടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ചീര ഒരു കട്ടിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ രണ്ടാം കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിചാരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വാടണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചീര വേവാൻ ആവശ്യമുള്ള വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് ചീര ഇട്ട് കൊടുക്കാം. ചീരയ്ക്ക് പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ ഒരുപാട് പോലെ തോന്നും, പക്ഷെ അത് വെന്ത് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി കേട്ടോ, അധികമാണ്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അടച്ച് വയ്ക്കാം. ചീര വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ജീരകമാണ് വേണ്ട കേട്ടോ. ജീരകത്തിൻ്റെ കാര്യം നേരത്തെ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നതിൻ്റെ ഇടയിൽ മറന്നുപോയിട്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ചീര ഏകദേശം വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചീര വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ നമുക്ക്.
ചീര വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കറി ഇളക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വരട്ടേക്കാം. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ചു കേട്ടോ. അപ്പോൾ നമുക്കത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഈ കറി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചീര കറി വയ്ക്കുന്നതിനെക്കാട്ടും തോരൻ വയ്ക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നമുക്ക് അവസാനം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ വെളിച്ചെണ്ണയുടെ ഒക്കെ മണം ഈ കറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ അടച്ച് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.